നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടുത്ത ഛർദിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് റിഹാൻ ഹാരിസ്, റിമാൻ റിദ എന്നീ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അവർ അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. കുട്ടികളുടെ ഈ അപ്രതീക്ഷിതമായ മരണം പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം ദുഃഖത്തിലാക്കി. മരണകാരണം സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. സംഭവത്തെക്കുറിച്ച് അധികൃതർ വിശദമായ പരിശോധനയും അന്വേഷണവും ഇപ്പോൾ നടത്തി വരികയാണ്. ആ വാർത്തയിലേക്ക്. ദോഹയിലെ മലയാളി നേഴ്സ് ദമ്പതികളായ കോഴിക്കോട് ഫറോക്ക് സ്വദേശി ചെറിയക്കാട് ഹാരിസിന്റെയും നാദാപുരം കുമ്മങ്ങോട് സ്വദേശി വാണിയൂർ ഷമീമയുടെയും മക്കളായ റിയാദും റിദയും വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. കടുത്ത ഛർദിയും ശ്വാസതടസ്സവും അനുഭവപ്പെടാൻ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇരുവരെയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതും. ഹമ്മദ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ മൃതദേഹങ്ങൾ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും ഖബറടക്കം നടത്തുക. അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹാരിസിന്റെയും ഷമീമയുടെയും നില ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നുമുണ്ട്. ഷമീമയുടെ മാതാപിതാക്കളായ വാണിയൂർ മമ്മൂട്ടി, ആയിഷ എന്നിവരും ഹാരിസിന്റെ മാതാവ് നസീമ, പെങ്ങളുടെ ഭർത്താവ് ആരിഫ് എന്നിവരും ഇന്നലെ രാവിലെ തന്നെ നാട്ടിൽ നിന്ന് ദോഹയിൽ എത്തിയതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അവസാനമായി ഒരു നോക്ക് കാണുവാനും ഹമ്മദ് ജനറലെ ആശുപത്രി മോർച്ചറിയിൽ ഇന്നലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. കുട്ടികളുടെ അപ്രതീക്ഷിതമായ ഈ മരണം പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം തന്നെ ദുഃഖത്തിലാഴ്ത്തി എന്ന് പറയാം. അതുമാത്രമല്ല, മരണകാരണം സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ അന്വേഷണവും നടത്തി വരികയാണ്. അതേസമയം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രവാസി യുവാവിന്റെ മൃതദേഹം കടലിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. ബഹ്റൈനിലെ മനാമ തീരത്തിന് സമീപം ശനിയാഴ്ച കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 22 വയസ്സുകാരനായ ഒരു യുവാവാണ് മരിച്ചത്. വെള്ളത്തിൽ മുങ്ങിയാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇദ്ദേഹം ഇന്ത്യക്കാരനാണോ എന്നുള്ളതും ഇപ്പോൾ സംശയത്തിലാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.